ബ്രൈറ്റ് അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനിരിക്കുന്നത് +1 മാത്തമാറ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓണപ്പരീക്ഷ എഴുതാൻ പോയത് ആ പാടി 2 പാഠവും കണ്ട് പഠിച്ചു പോയത്. അതുപോലല്ല ഇവിടെ ഏകദേശം 11 പാഠത്തോളം നമ്മൾ പഠിക്കാനുണ്ട്. പാഠങ്ങളുടെ എണ്ണം അങ്ങ് കൂടി. പിന്നെ പണ്ടത്തെ കൂട്ടല്ല, പാഠത്തിലെ വെയിറ്റേജുകൾ ചില പാഠങ്ങൾക്ക് കൂടി വന്നു, ചിലതിന് കുറഞ്ഞു, അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. അതിന് ജസ്റ്റ് ഒരു എ സെറ്റ് തന്നു, നിങ്ങൾ ബി സെറ്റും തന്നു. അതിൻ്റെ യൂണിയൻ എഴുതാൻ അറിയാത്ത ആരും കാണത്തില്ല. ചുമ്മാ നേരത്തെ എഴുതി വെക്കുക. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന എ സെറ്റിലെയും ബി സെറ്റിലെയും സാധനങ്ങൾ നേരത്തെ എഴുതുക, റെപ്പറ്റീഷൻ പറ്റത്തില്ല, അത്രയേ ഉള്ളൂ. അത് നിങ്ങൾക്കറിയാം. ഇൻ്റർസെക്ഷൻ എഴുതാനും അറിയാം, രണ്ടിനകത്തും കോമൺ ആയിട്ടുള്ളത് എഴുതാം. എ കോംപ്ലിമെൻ്റ് എഴുതാൻ അറിയാം, ബി കോംപ്ലിമെൻ്റ് എഴുതാൻ അറിയാം. സെറ്റ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് വരും. സെറ്റിനെ പറ്റി ആരും ഒന്ന് റിവിഷൻ ചെയ്യാൻ പോലും പറയാറില്ല, കാരണം സെറ്റ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പം ഇൻ്റർസെക്ഷനെ പറ്റി പഠിക്കണം, യൂണിയനെ പറ്റി പഠിക്കണം, കോംപ്ലിമെൻറ്റിനെ പറ്റി പഠിക്കണം. പിന്നെ നമുക്കതിനകത്ത് വേർഡ് പ്രോബ്ലം ഫുള്ള് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്, അപ്പം പിന്നെ അത് നമ്മൾ നോക്കിയേ വേണ്ട, നമ്മൾ ആ സാധനത്തോട്ട് തിരിഞ്ഞു പോലും നോക്കണ്ട. പിന്നെ നമ്മൾ വരുന്നതാണ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഒരു പാഠം എന്ന് പറയുന്ന ഒരു പാഠം റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പാഠമല്ല, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ വളരെ സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്കറിയാവുന്നതാ. ഇതാണ്ടേ, ഒരു ചുമ്മാ അതൊരു സെറ്റൊക്കെ ഇട്ടിട്ട് y/2 + 1, x/3 - 1 എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഒരു സെറ്റിനകത്ത് 3, 2 ഫൈൻഡ് എക്സ് ആൻഡ് വൈ. ആർക്കാണ് ഇത് അറിയാൻ വയ്യാത്തത്? y/2 + 1 = 3യും x/3 - 1 = 2. ഇതിനകത്തുനിന്ന് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഒരുപാടും ഇല്ലല്ലോ. y/2 = 3 - 1 2, y = 2. അതേപോലെ x/3 = 2 + 1, x/3 = 3, x = 9. അപ്പോൾ കോർഡിനേറ്റ് y = 2 അല്ല 4. ഈ 2നെ അങ്ങോട്ടങ്ങ് എടുത്തു, ഇതിനെ ഇങ്ങോട്ടങ്ങ് എടുത്തു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് പറയുമ്പം റേഞ്ചും ഡൊമൈൻ അല്ലെങ്കിൽ ഡൊമൈനും റേഞ്ച്. ഒരു സെറ്റ് തന്നാൽ ആ സെറ്റിനകത്ത് കിടക്കുന്ന, ആ പെയറിനകത്ത് കിടക്കുന്ന ആദ്യത്തെ നമ്പറാണ് ഡൊമൈൻ, രണ്ടാമത്തെ നമ്പറാണ് റേഞ്ച്. എല്ലാവർക്കും അറിയാം. പിന്നെ ഗ്രാഫ്, പൊന്നുമക്കളെ ഗ്രാഫ് പഠിച്ചുകൊണ്ട് പോകണം. ഗ്രാഫ് മെയിൻ സാധനം ഗ്രാഫ്. ഇപ്പോൾ f(x) mod x-ന്റെ ഗ്രാഫ് അത് നോക്കിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് വരാൻ സാധ്യത കുറവാണ്. f(x) mod x + 1ന്റെ ഗ്രാഫും f(x) mod x + 1 രണ്ടും രണ്ടാതായി. mod x-ന്റെ ഷേപ്പ് ജസ്റ്റ് ഒന്ന് വരച്ചേക്കാം ഞാൻ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. വി ഇത് mod x + 1 ആകുമ്പോൾ ഈ -1 വി. ഇത് mod x + 1 ആകുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങനെ വി ഒരു പോയിന്റ് വേണം. ഈ ഒരു 3 ക്വസ്റ്റ്യൻ mod x + 1 മോഡുലസ് ഓഫ് y = x, അത് ഇങ്ങനെയാണ് കേട്ടോ. ഗ്രാഫുകൾ പഠിക്കണം, ഗ്രാഫുകൾ മെയിനാണ്. പിന്നെ അതിനകത്ത് വരുന്നതെന്ന് പറയുമ്പോൾ f(x) = ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, 1 + x. ഞാനതൊന്ന് എഴുതാം. f(x) = 1 + x. പിന്നെ -1 < x < 0. പിന്നെ x - 1 0 < x < 1. ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഈ 2 ക്വസ്റ്റ്യൻ നോക്കിക്കോണേ, നല്ല 2 ക്വസ്റ്റ്യനാണ്. തെറ്റിപ്പോയല്ലേ, ഇത് രണ്ടും തെറ്റിപ്പോയല്ലേ, നല്ല 2 ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അതിനുശേഷം ഗ്രാഫ് ഇത്രയും പഠിക്കുക. x³ ഗ്രാഫ് പഠിക്കുക, x² ഗ്രാഫ് പഠിക്കുക. ഇതിൻ്റെയൊക്കെ ഗ്രാഫ് മോഡ് മെയിൻ സാധനമാണ്, മോഡ് നല്ലതുപോലെ പഠിച്ചോണം. പിന്നെ സിഗ്നം ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. f(x) = mod x / x കോമ ഇട്ടിട്ട് x ≠ 0, x ≠ 0. എന്നിട്ട് ഇവിടെ x = 0 എന്നൊക്കെ പറഞ്ഞുള്ള ഗ്രാഫ്. സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ് പറയേണ്ട കാര്യമില്ല. അതാണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഗ്രാഫ് ഇത് ഇത്രയും നോക്കുക, സിഗ്നം ഫംഗ്ഷൻ. പിന്നെ ഇതാണ്ടേ
ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x പ്ലസ് 3. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5x മൈനസ് 1 ആണെങ്കിൽ ഫൈൻഡ് എഫ് പ്ലസ് ജി ഓഫ് 2 എഫ് മൈനസ് ജി ഓഫ് മൈനസ് 1. ഈ മോഡൽ പ്രോബ്ലം റിലേഷൻ ഫംഗ്ഷനകത്ത് കൊടുക്കണം. പിന്നെ ഒരു സാധനം എ സെറ്റ് തന്നു, ബി സെറ്റ് തന്നു, ഇതിൻ്റെ എ ക്രോസ് ബി എഴുതാൻ ചോദിച്ചു. അറിയാവേ, വേണേ നമുക്കൊന്ന് എഴുതിയേക്കാം. 4 5 ആണെങ്കിൽ എ ക്രോസ് ബി എഴുതുമ്പോൾ 1 4 1 5 2 4 2 5 3 4 3 5. ഇനി ബി ക്രോസ് എങ്ങാണ് എഴുതാൻ പറഞ്ഞാൽ തിരിച്ചെഴുതുക. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ എ എന്ന് പറയുന്ന സെറ്റ് -1 1. എ ക്രോസ് എ എത്ര എലമെന്റ് വരും മനസ്സിലുണ്ടായിരിക്കണം. എത്ര എലമെന്റ് വരുമെന്ന് കണ്ടുപിടിക്കുന്ന എളുപ്പമുള്ള മെത്തേഡ് ഇതാണ്. എയിൽ എത്ര നമ്പർ ഉണ്ട്? 3 നമ്പർ. ബിയിൽ എത്ര നമ്പറാ? 2 നമ്പർ. അപ്പോൾ എ ക്രോസ് ബിയിൽ മൊത്തത്തിൽ 6 നമ്പർ. 3 × 2 6 എണ്ണം. 6 പേഴ്സ് വരും. 6 പേഴ്സ്. ബി ക്രോസ് എയിലും 6 പേഴ്സ് വരും. എ ക്രോസ് എ തെറ്റിപ്പോവല്ലേ. 8 ജോഡി 8 പേർ വരും. 8 പേർ. അത് എഴുതാനുള്ള മെത്തേഡ് ഇതാ. എ ക്രോസ് എ എഴുതി കഴിഞ്ഞിട്ട് ആ കിട്ടുന്ന ഉത്തരത്തെ വീണ്ടും എയുമായിട്ട് ക്രോസ് എടുക്കണം. നല്ല ക്വസ്റ്റ്യൻ. എ ക്രോസ് എ. അപ്പൊ ഇത് ഇത്രയും പഠിക്കുക. എന്തൊക്കെയാണ്? ഡൊമൈൻ ആൻഡ് റേഞ്ച്. അതിനുശേഷം ഗ്രാഫ്. എഫ് ഓഫ് ജിയും എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ചെന്നിട്ട് എഫ് പ്ലസ് ജി ഓഫ് 2 അങ്ങനെയൊക്കെയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ്. പിന്നെ ഏതാണ്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കയറി വരുവേ. x² - 7x + 2 ഡിവൈഡഡ് ബൈ x² + 3x + 2. ഇതിൻ്റെ ഡൊമൈൻ എങ്ങാനും എഴുതാൻ കയറി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ അങ്ങ് ഫാക്ടറൈസേഷൻ ചെയ്യണം. നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെടുത്തേ ചെയ്യാവുള്ളേ. 3x + 2 നോട്ട് ഈക്വൽ ടു 0. അറിയാലോ, പ്രോഡക്റ്റ് സമ്മും വെച്ചുകൊണ്ട് ചെയ്തിട്ട് r മൈനസ് പിന്നെ ആ കിട്ടുന്ന നമ്പർ അങ്ങ് എഴുതി വെച്ചാൽ മതി. അതിൻ്റെ ആയി. അപ്പോൾ ഇത് ഇത്രയാണ് റിലേഷൻ ആൻഡ് ഫംഗ്ഷനകത്ത്. അപ്പോൾ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ 4 കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. പിന്നെ റിലേഷൻ ഫ്രം എ ടു ബി. ഒയ്യോ, വളരെ സിമ്പിൾ. ഇപ്പം എൻ ഓഫ് എ ഇസ് ഈക്വൽ ടു നമുക്കൊരു 2 നമ്പർ. എൻ ഓഫ് എയിൽ ഒരു 2, എൻ ഓഫ് എയിൽ മൊത്തത്തിൽ ഒരു 2 നമ്പറും എൻ ഓഫ് ബിയിൽ മൊത്തത്തിൽ ഒരു 3 നമ്പറും ഉണ്ടെങ്കിൽ റിലേഷൻ ഫ്രം, ശ്രദ്ധിക്കണം, റിലേഷൻ ഫ്രം എ ടു ബി ഈസ് 2 raised to 2 × 3. 2 raised to 2 × 3, 2 raised to 6. എൻ ഓഫ് എയിൽ ഒരു 3 നമ്പർ, എൻ ഓഫ് ബിയിൽ ഒരു 4 നമ്പർ. റിലേഷൻ ഫ്രം എ ടു ബി. എ ടു ബിയിൽ നിന്നുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ 2 raised to 3 × 4. ഉത്തരം 2 raised to 12. സോൾവ് ചെയ്യേണ്ട കാര്യമില്ല. 2 raised to 12 എഴുതി വെച്ചാൽ ഇതാണ് റിലേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചത് ക്രോസിൻ്റെ എണ്ണമാണ്. ഇത് റിലേഷനാണ്. നേരെ നമ്മൾ ട്രിഗണോമെട്രി. ഒന്നും നോക്കണ്ട, ആദ്യം തന്നെ മെയിൻ ക്വസ്റ്റ്യൻ അങ്ങ് പറഞ്ഞു തന്നേക്കാം. sin x + sin y യുടെ ഇക്വേഷൻ്റെ പ്രോബ്ലം, sin x - sin y ഇക്വേഷൻ്റെ പ്രോബ്ലം, cos x + cos y ഇക്വേഷൻ്റെ പ്രോബ്ലം, cos x - cos y ഇക്വേഷൻ്റെ പ്രോബ്ലം. അതിൻ്റെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഞാനൊന്ന് എഴുതിയേക്കാം. ഈ മോഡൽ sin 7x + ഒരു sin 10x, അല്ലെങ്കിൽ നമുക്കൊരു ടെക്സ്റ്റിലെ ചോദ്യം തന്നെ ചെയ്യാം. sin 5x + sin 3x ഡിവൈഡഡ് ബൈ cos 5x + cos 3x. ഈ മോഡൽ പ്രോബ്ലം അറിയാലോ. sin a + sin b അല്ലെങ്കിൽ sin x + sin y എന്ന് പറഞ്ഞ ഇക്വേഷൻ കൊടുത്തിട്ടുള്ള പ്രോബ്ലം. ആ മോഡൽ പ്രോബ്ലം ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഷുവർ, ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഈ 4 ഇക്വേഷൻ്റെ ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതിനുശേഷം sin 15 ഡിഗ്രി, cos 15 ഡിഗ്രി, tan 15 ഡിഗ്രി, ഇതൊക്കെ ഷുവറാണ്. ഏറ്റവും കടുകട്ടി ചോദ്യമായിട്ട് tan 13π/2 ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇച്ചിരി കടുകട്ടിയാണേ, കടുകട്ടി ചോദ്യമാണ്. പിന്നെ റേഡിയൻ ടു ഡിഗ്രി, ഡിഗ്രി ടു റേഡിയൻ. 2π/3 നമ്മൾ ഡിഗ്രിയിലോട്ട് മാറ്റാനോ അല്ലെങ്കിൽ ഒരു 540 ഡിഗ്രിയെ റേഡിയനിലോട്ട് മാറ്റാനോ അറിയാലോ. π/180 180/π. ഇതാണ് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ. ട്രിഗണോമെട്രിക്കകത്ത് മെയിനായിട്ട് പഠിക്കൊണ്ട് പോകുന്നത് sin a + b, sin a - b, cos a + b, cos a - b. അതിനകത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇതാണ്. cos π/4 + x + cos π/4 - x
ഇസ് ഈക്വൽ ടു √2 cos x എന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ഉണ്ട്. നിങ്ങളത് നോക്കണേ, നല്ല പ്രോബ്ലം ആണ് ഇത്. cos π/4 + x + cos π/4 - x √2 cos x. അതേപോലെ തന്നെ cos 3π/4 + x മൈനസ് cos 3π/4 - x ഇസ് ഈക്വൽ ടു -√2 sin x. ഈ രണ്ട് പ്രോബ്ലം നോക്കിക്കോണേ, നല്ല രണ്ട് പ്രോബ്ലമാണ്. പിന്നെ tan π/4 + x ഡിവൈഡഡ് ബൈ tan π/4 - x. ഇത് ഇത്രയും ട്രിഗണോമെട്രി പഠിച്ചാൽ മതി. അപ്പം റേഡിയൻ ടു ഡിഗ്രി നോക്കണം, അതിനുശേഷം sin a + sin b യുടെ ഇക്വേഷൻ നോക്കണം, cos a + cos b, പിന്നെ cos a - cos b, ഇതിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കണം. പിന്നെ tan 13π/12 മസ്റ്റ് നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇച്ചിരി ചെയ്യാനൊക്കെ ഉള്ളതാണ്. tan 15, പിന്നെ 15 ഡിഗ്രി കണ്ടുപിടിക്കാൻ അറിയില്ല, 45 - 30, 75 ആണെങ്കിൽ 45 + 30. ഇത് രണ്ടും പഠിച്ചാൽ മതി. 75ഉം 50ഉം പഠിക്കുക, വേറെ ഒന്നും വേണ്ട. 120 150 ഒന്നും നോക്കണ്ട, ഇത് ഇത്രയും പഠിക്കുക. പിന്നെ sin 31π/3, ആൻസർ ഡയറക്റ്റ് വേണേൽ എഴുതാം, sin π/3. ട്രിഗണോമെട്രിയുടെ ബോക്സ് നോക്കി വാല്യൂ എഴുതുക, 1 മാർക്ക് സിംഗിൾ. അതിനുശേഷം കോംപ്ലക്സ് നമ്പർ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നിങ്ങൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഐയുടെ മുകളിൽ നമ്പർ വരുന്നൊരു കണക്ക് പഠിക്കുക. ഇപ്പം i⁻⁴ ഒരു 10, ആൻസർ എന്ത്? -1. i⁻⁴ 20, ആൻസർ എന്ത്? 1. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ ഷോർട്ട് കട്ട് പറഞ്ഞിട്ടുണ്ട്. ഐയുടെ പവർ ഈവൻ നമ്പറുകൾ വന്നാൽ 1 or -1, ഓഡ് നമ്പറുകൾ വന്നാൽ i or -i. അതിൻ്റെ ഹിന്റ് ഇതാണ്. മൾട്ടിപ്പിൾ ഓഫ് 4 വന്നാൽ പിന്നെ നിങ്ങൾ തിരിഞ്ഞു പോലും നോക്കരുത്, 1. മൾട്ടിപ്പിൾ ഓഫ് 4 വന്നാൽ 1 ആണ്. പിന്നെ അതിനകത്ത് പഠിച്ചുകൊണ്ട് പോകുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അത് ചുമ്മാതെ ഇക്വേഷനൊക്കെ പുസ്തകത്തിൽ കിടപ്പുണ്ടാകുന്ന നോക്കല്ലേ, ചുമ്മാ സമയം കളയല്ലേ. ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതും, z = 3 - 4i, ഫൈൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ 3 + 4i ഡിവൈഡഡ് ബൈ 3² + 4². സംഭവം കഴിഞ്ഞു, 2 മാർക്കാണ് സംഭവത്തിൽ. 3 - 4iയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് 3 + 4i ഡിവൈഡഡ് ബൈ 3² + 4². അങ്ങനെയാണെങ്കിൽ 1 + iയുടെ എന്ത് വരുമെന്ന് നിങ്ങൾക്ക് അറിയാം, 1 - i ഡിവൈഡഡ് ബൈ 1² + 1². ഐയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് പഠിച്ചോളം, -i. -iയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് i. അതിനുശേഷം i⁻⁻15, i⁻⁻39, i⁻⁻10. ഈ പ്രോബ്ലംസ് ഐയുടെ പവറിൽ നെഗറ്റീവ് നമ്പറുകൾ കയറി വരുന്ന പ്രോബ്ലം. ഇത് ഇത്രയും കോംപ്ലക്സ് നമ്പർ ആയിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന സാധനത്തിലെ ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് പിന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഇതൊന്ന് പഠിച്ചോളെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. 1 + i ഡിവൈഡഡ് ബൈ 1 - i ദ ഹോൾ റൈസ് ടു m ഈക്വൽ ടു 1 ആയാൽ ഫൈൻഡ് ദ ലീസ്റ്റ് പോസിറ്റീവ് വാല്യൂ ഓഫ് m. തന്നിരിക്കുന്ന സാധനം കോംപ്ലക്സ് ഫോമിലല്ല, കോംപ്ലക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം ഇത് ഉത്തരം ഇത്രയേ ഉള്ളൂ, i⁻⁴ എന്ന് വരും, = 1 എന്ന് കിട്ടും കേട്ടോ. i⁻⁴ = 1. ഇവിടെ നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ i എന്നേ വരത്തുള്ളൂ കേട്ടോ, i എന്ന് വരും. അതിനുശേഷം എമ്മിന്റെ വാല്യൂ 4 ആണ് വരുന്നത്, പുസ്തകത്തിലെ ചോദ്യം. പിന്നെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ അത് നിങ്ങൾ ഇതൊക്കെ പഠിച്ചോളൂ. NCX = കോമ്പിനേഷൻ ആണ് ആദ്യം പറയുന്നത്. NCX = NCY ആയാൽ n = x + y or x = y. ഒരു ജസ്റ്റ് എക്സാമ്പിൾ, NC2 = NC102. ഫൈൻഡ് n എന്ന് ചോദിച്ചാൽ സിമ്പിൾ, ദാണ്ടെ ഈ 2 + 102 = 104. ഇതാണ് n. ഇക്വേഷൻ ആണ്, അതാണ് മുകളിൽ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ഇക്വേഷൻ പഠിക്കണം. അപ്പം NCX = NCY പഠിക്കുക. പിന്നെ അതിനകത്ത് എൻ്റെ കയ്യിൽ 21 പോയിന്റ് ഉണ്ട്, എത്ര കോഡ് വരയ്ക്കാം? സിമ്പിൾ ക്വസ്റ്റ്യൻ. എൻ്റെ കയ്യിൽ 21 പോയിന്റ് ഇരിപ്പുണ്ട്, ഒരു സർക്കിളിനകത്ത് 21 പോയിന്റ് ഞാൻ കുത്തിട്ട് വെച്ചു, എങ്കിൽ എത്ര കോഡ് വരയ്ക്കാം എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ ഉത്തരം, 21 C2. അതേപോലെ ഷേക്ക് ഹാൻഡിന്റെ കണക്ക്. ഒരു റൂമിൽ ഒരു 15 പേരെ നിരത്തി നിർത്തി, എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു അവര് പരസ്പരം ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ. എത്ര ഷേക്ക് ഹാൻഡ് നടക്കും? ഉത്തരം
15 പേരാണെങ്കിൽ 15 സീറ്റ്. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ ഷേഖാൻഡിന്റെയും കോഡ് ശ്രദ്ധിക്കണേ മക്കളെ, ഷേഖാൻഡ് കോഡ് CHORD കോഡ് ഇത് രണ്ടും വന്നാൽ ഹിന്റ് താൻ്റെ ഇത്രയേ ഉള്ളൂ. ഷേഖാൻഡ് പറഞ്ഞാൽ ആൾക്കാരുടെ എണ്ണം പറയും, അത്രയും C2. കോഡ് പറഞ്ഞാൽ പോയിന്റ് പറയും, അത്രയും C2 എന്ന് ആലോചിച്ചാൽ മതി. ഷേഖാൻഡ് ആകുമ്പോൾ പേഴ്സൺ C2, കോഡ് ആകുമ്പോൾ പോയിന്റ് C2. 2 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ്. പിന്നെ കോമ്പിനേഷന്റെ സെലക്ഷൻ, ചൂസ്, ഇലക്റ്റഡ് ഈ പ്രോബ്ലംസ് വരുന്ന കോമ്പിനേഷനാണ്. പിന്നെ കാർഡിന്റെ കണക്ക് നോക്കണം. നമ്മുടെ പുസ്തകത്തിനകത്ത് കാർഡിന്റെ ഒരു കണക്ക് ചെയ്തിട്ടിട്ടുണ്ട്, ആ കണക്ക് തന്നെ നോക്കുക. അതിനുശേഷം പെർമ്യൂട്ടേഷനകത്ത് നിങ്ങൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യമാണ് ഇല്ലേ, എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന പ്രോബ്ലം, അല്ലെങ്കിൽ ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന പ്രോബ്ലം. കോമ്പിനേഷൻ ആയാലും പെർമ്യൂട്ടേഷൻ ആയാലും എന്നിന് നമുക്ക് എപ്പോഴും ഒറ്റ ഉത്തരം കിട്ടാറുള്ളൂ കേട്ടോ. 6ന് 2 ഉത്തരങ്ങൾ കിട്ടും. അപ്പൊ കോമ്പിനേഷന്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഏതാണ് നമ്മൾ പറഞ്ഞു, NCX NCY ആയാലും NE X+Y. അതേപോലെ പെർമ്യൂട്ടേഷന്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻ NC0 1, NPN n ഫാക്ടോറിയൽ ഇതൊക്കെ പഠിച്ചോണേ. പിന്നെ ഒരു 5p അല്ല NP4 ഡിവൈഡഡ് ബൈ n-1p4 = 5/3 ആയാൽ ഫൈൻഡ് n, ആ മോഡൽ കണക്ക്. പിന്നെ NP5 = 42 × NP3 ഫൈൻഡ് ദ വാല്യൂ ഓഫ് n. 5PR = 6PR - 1 ഫൈൻഡ് ദ വാല്യൂ ഓഫ് r. നോക്കണേ, 2 മാർക്ക്. പിന്നെ വേർഡ് പ്രോബ്ലത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കേണ്ട ഇതാണ്. നിങ്ങൾക്കറിയാലോ, റെപ്പറ്റീഷൻ ലെറ്റർ ഉള്ള ഏതെങ്കിലും ഒരു വേർഡ് കയറിയൊക്കെ ചോദിക്കും. മലയാളമോ, ഇൻഡിപെൻഡൻസോ, മിസിസിപ്പി, അസാസിനേഷൻ, അലഹബാദ്, ഒരുപാട് ലെറ്റേഴ്സ് കിടപ്പുണ്ട്. റെപ്പറ്റീഷൻ എവിടെ വന്നാലും നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്, ഡിവൈഡഡ് ബൈ വരും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, മലയാളത്തിന്റെ ടോട്ടൽ അറേഞ്ച്മെന്റ് എഴുതാൻ ചോദിച്ചാൽ 1 2 3 4 5 6 7 8 9 ലെറ്റർ, 9 ഫാക്ടോറിയൽ. ഒരു ഡിവൈഡർ ബൈ എങ്ങിടുക, മറക്കല്ലേ. M2 A4 L2. ഇത് കാൽക്കുലേറ്റർ അങ്ങ് അടിക്കുക, അല്ലെങ്കിൽ 9 ഫാക്ടോറിയൽ എഴുതി ചെയ്യുക. ഇത് ഈ മോഡൽ പ്രോബ്ലം. അപ്പൊ റെപ്പറ്റേഷൻ വരുന്ന വാക്കുകൾ, ആ വേർഡുകൾ പഠിച്ചോളാം. ഇൻഡിപെൻഡൻസ്, അലഹബാദ്, മിസിസിപ്പി, പിന്നെ അസാസിനേഷൻ, മാത്തമാറ്റിക്സ്. മെയിൻ വേർഡാണ് മാത്തമാറ്റിക്സ്. ഇത് ഇത്രയാണ് പെർമ്യൂട്ടേഷനകത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പം റെപ്പറ്റീഷൻ വരുന്നത് തന്നെ പഠിക്കണേ. പിന്നെ കട്ടിക്വസ്റ്റ്യൻ കാണാൻ വരികയാണെങ്കിൽ എഗൈൻ എന്ന് പറയുന്ന വാക്കിന്റെ 50ാമത്തെ വേർഡ് ഏത് പഠിച്ചോണം. കട്ടി ക്വസ്റ്റ്യൻ ആണെങ്കിൽ എഗൈൻ എന്ന് പറയുന്ന വാക്കിന്റെ 50ാമത്തെ വേർഡ് ഏതെന്നൊക്കെ ചോദിക്കും. റാങ്ക് ഓഫ് ഓർഡർ, അതങ്ങനെ പരീക്ഷയ്ക്ക് അങ്ങനെ 1-2 വർഷം കണ്ടേ വന്നിട്ടുള്ളൂ, എന്നാലും അതൊന്ന് നോക്കുക. പിന്നെ നേരെ പോകുന്നത് ബൈനോമിയൽ തിയറം നിങ്ങൾ നോക്കണ്ട. ബൈനോമിയൽ തിയറത്തിൽ ഫസ്റ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഇതാണ്. A+B² എക്സ്പാൻഡ് ചെയ്താൽ എത്ര ടൈം? 11 ടൈംസ്. A+B5 എക്സ്പാൻഡ് ചെയ്താൽ എത്ര ടൈം? 6 ടൈംസ്. പവർ +1, അതിന്റെ ഹിന്റ് ഇതാ, പവർ +1. A+B25 എക്സ്പാൻഡ് ചെയ്താൽ എത്ര ടൈം? 26 ടൈം. A+B(n) എക്സ്പാൻഡ് ചെയ്താൽ എത്ര ടൈം? n+1. പവർ +1, പവർ n ആണ്, n+1. ഇപ്പൊ A+B(n+2) പവർ +1, n+2 + 1 n+3. പിന്നെ ബൈനോമിയൽ എക്സ്പാൻഷൻ, അതൊന്നും ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കരുത്, അതിന് ഷോർട്ട് കട്ട് ഉണ്ട്. ഇപ്പൊ അതിന്റെ ഒരു കൊച്ചൊരു ക്വസ്റ്റ്യനാ. ഇപ്പൊ 1 + x (4) എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാം, ഇക്വേഷൻ ഉപയോഗിക്കാതെ ഷോർട്ട് കട്ട് മെത്തേഡ് അറിയാം. പിന്നെ 101 (4) ഇതിനെ 100 + 1 (4) എന്ന് എഴുതും. അപ്പൊ A+B(4) ആയി. ബൈനോമിയൽ എക്സ്പാൻഷൻ കൊടുക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കും. ഈ മോഡൽ നോക്കിക്കോണേ. A+B(4) + A-B(4) hence evaluate √3 + √2 plus √3 - √2 ചിലപ്പോൾ ഇത് സിംഗിൾ ആയിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ കയറി ചോദിച്ചോളെ. നല്ല ക്വസ്റ്റ്യൻ.
ഈ മോഡൽ ക്വസ്റ്റ്യൻ പഠിക്കണം. പിന്നെ നമ്മുടെ പുസ്തകത്തിനകത്ത് ഇങ്ങനൊരു കണക്ക് കിടപ്പുണ്ടെന്ന് നോക്കിയേക്കണേ. NCR 3r = 4r. ഇതൊക്കെ ഓരോരുത്തരും വിട്ടുപോകുന്നയാ, നോക്കണ്ടെന്ന് പറഞ്ഞു. ഏത് പാഠം അതുപോലും പലർക്കും അറിയത്തില്ല. ഇത് ബൈനോമിയൽ തിയറം. അപ്പൊ ബൈനോമിയൽ തിയറത്തിനകത്ത് നമ്മുടെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഷുവറായി. പവർ +1 1 മാർക്ക് ക്വസ്റ്റ്യൻ. പിന്നെ ഉള്ളത് എക്സ്പാൻഷൻ നിങ്ങൾ മൈനസിന് ഇച്ചിരി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം കേട്ടോ. മൈനസിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഏതാണ്ട് ഇതൊക്കെ. x/2 - 2/x⁴. നിങ്ങൾ 4 പഠിച്ചാൽ മതി. 5 കയറണമെന്നില്ല. 4 നല്ല വൃത്തിയായിട്ടങ്ങ് പഠിക്കും. a+b⁴ a - b⁴ നല്ല വൃത്തിയായിട്ടങ്ങ് പഠിക്കുക. അതിൻ്റെ അടുത്തുനിന്ന് ഒരു പ്രോബ്ലം ഉറപ്പാണ്. അപ്പൊ നമ്മളത് പറഞ്ഞു. 101 100 + 1 99 100 - 1. പിന്നുള്ളത് സീക്വൻസ് ആൻഡ് സീരീസിനകത്ത് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. സാധ്യതയുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. R in GP ആയാൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് x. സിമ്പിൾ. a, b, c GPയിലായാൽ b = √AC. അപ്പൊ b = √(-2/7 × -7/2). b = √1. b = +or-1. മസ്റ്റ് +or-1. GPക്ക് എന്ന് പറയുന്ന സാധനത്തിനകത്ത് പോസിറ്റീവ് വാല്യൂ, നെഗറ്റീവ് വാല്യൂ, ഫ്രാക്ഷനും ഡെസിമലും എല്ലാം കയറി വരുന്നത്. 0 വരുന്നത്. ബാക്കി എല്ലാം വരും. സമ്മ് എല്ലാവരും കാണാതെ പഠിച്ചു വെച്ചേക്കുന്ന 7 + 77 + 777 + 7777 + എക്സെട്ര ആണെങ്കിൽ ഇതിന്റെ സമ്മ് കാണുന്ന ലാസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു തന്നേക്കാം. 7/9 × 10 × 10⁻⁻1 / 9 - n. കാണാതെ പഠിച്ചു കഴിഞ്ഞു. 7 ആണെങ്കിൽ 7/9, 6 ആണെങ്കിൽ 6/9, 5 ആണെങ്കിൽ 5/9, ഇനി 3 ആണെങ്കിൽ 3/9. ഇതിനൊരു ചേഞ്ചും ഇല്ല. അപ്പൊ അത് പഠിച്ചു. സമ്മ് മസ്റ്റ് ആണ്. നല്ല ക്വസ്റ്റ്യനാണ് സമ്മിനകത്ത്. പിന്നെ 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് GP. പുസ്തകത്തിൽ 2 പ്രോബ്ലം കിടപ്പുണ്ട്. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് GP എന്നും പറഞ്ഞു, പ്രോഡക്റ്റ് എന്നും പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. അതിൽ ടേംസ് 3 കോൺസിക്യൂട്ടീവ് സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് GP ഈസ് 13/12. സം ഈസ് 13/12 പ്രോഡക്റ്റ് -1 ആണെങ്കിൽ ഫൈൻഡ് ദ ടേംസ്. അത് പഠിക്കണം. പിന്നെ സം ടു ഇൻഫിനിറ്റി. ദാണ്ടിത് സപ്ലിമെന്ററി പോർഷൻ. S∞ = a/1 - r. അതിന്റെ ക്വസ്റ്റ്യൻ അറിയാലോ. 1 + 1/2 + 1/4 + എക്സെട്ര + ഇൻഫിനിറ്റി. a = 1, r = 1/2. എല്ലാം കിട്ടി. അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം. അപ്പൊ GPക്കകത്ത് പഠിക്കൊണ്ട് പോകേണ്ട സാധനങ്ങൾ ആദ്യത്തെ തുടക്കത്തിലെ ടേംസ്. ഇപ്പൊ 10th ടേം. അപ്പൊ ഇതിനകത്ത് 0.5, 0.05, 0.005 എക്സെട്ര. ഇതിന്റെ എന്ത് ടേം എന്നോ പിന്നെ ഫസ്റ്റ് 20 ടേം എന്നോ ഒക്കെയുള്ള പ്രോബ്ലം. അതൊക്കെ നോക്കുക. സമ്മും 3 കോൺസിക്യൂട്ടീവ് ടേംസ്. പിന്നെ GPയും തന്ന് സമ്മും തന്ന 10ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ക്വസ്റ്റ്യൻ പുസ്തകത്തിലുണ്ട്. ഒരു നമ്മുടെ ടെസ്റ്റിലെ ചോദ്യം തന്നെയാണ്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കുന്ന ഒരു പ്രോബ്ലം. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് 3, 3/2, 3/4 എക്സെട്ര. സം ഈസ് 3069 / 512 എന്ന് പറഞ്ഞൊരു പ്രോബ്ലം. എന്നുവെച്ചാൽ സമ്മ് നമുക്ക് തരും, GPയും തരും. എന്നിട്ട് അതിന്റെ എണ്ണ് കണ്ടുപിടിക്കാം. ഇത്രയും പ്രോബ്ലമാണ് സീക്വൻസ് ആൻഡ് സീരീസിനകത്ത് മെയിനായിട്ട് പഠിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ സീക്വൻസ് ആൻഡ് സീരീസിന്റെ മെയിൻ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ നോക്കിയേ വേണ്ട. സ്ട്രെയിറ്റ് ലൈനകത്ത് ഉറപ്പ് സാധനം വരുന്നതെന്ന് വെച്ചാൽ ഡിസ്റ്റൻസ്. നല്ല സാധനമാണ് ഡിസ്റ്റൻസ്. നമ്മൾ ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം. ആദ്യം സ്ലോപ്പ് കണ്ടുപിടിക്കാൻ മസ്റ്റ്. സ്ലോപ്പ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. y2 - y1 / x2 - x1. 2 പോയിന്റ് വരുമ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? y2 - y1 / x2 - x1. ഇതാണ് സ്ലോപ്പ്. പിന്നെ പഠിക്കുന്നതാണ് ആംഗിൾ എന്ന് പറഞ്ഞാൽ tan θ = mod m2 - m1 / 1 + m1 m2. ഈ ആംഗിള് ഡയറക്റ്റ് നമുക്ക് ചിലപ്പോൾ സ്ലോപ്പുകൾ തന്നിട്ട് ഡയറക്റ്റ് ആംഗിൾ എഴുതാനങ്ങ് ചോദിക്കും. ചിലപ്പോൾ ലൈൻ തരും. അത് പറയാം. അത് നമ്മൾ ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ലൈനിനെ പറ്റി പറയും. പിന്നെ സ്ട്രെയിറ്റ് ലൈനകത്ത് ഇന്റർസെപ്റ്റ് ഫോം ഓഫ് എ ലൈൻ. അയ്യോ പഠിച്ചോടെ ഇന്റർസെപ്റ്റ് ഫോം. ചിലപ്പോൾ അതൊരു 2 മാർക്കിന് ചോദിക്കുക, 2 3
ഇന്റർസെപ്റ്റ് ഫോം ഓഫ് എ ലൈൻ എന്ന് പറയുമ്പോൾ x/a + y/b = 1. ഇതാണ് ഇന്റർസെപ്റ്റ് ഫോം. ഞാനൊരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ എഴുതാം. 3x - 4y - 12 = 0. ഇതൊരു ലൈനാണ്, ഇതൊരു പക്ക ലൈനാണ്. ഇതിൻ്റെ ഇന്റർസെപ്റ്റ് ഫോം എഴുതാൻ പറയുമ്പോൾ 3x - 4y = 12 എന്ന് എഴുതുക. ഇന്റർസെപ്റ്റ് ഫോമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രത്യേകത = കഴിഞ്ഞ് 1 ആയിരിക്കും. അപ്പം നമുക്ക് ഇവിടെ = കഴിഞ്ഞ് 1 അല്ല. അപ്പം നമ്മൾ 1 ആക്കാൻ വേണ്ടി ഹോൾ ഡിവൈഡഡ് ബൈ 12, 3x/12 - 4y/12 = 12/12. ഇതെല്ലാം കട്ടാക്കാം. അപ്പം x/4 - y/3 = 1. ഇപ്പം ഇത് ഇന്റർസെപ്റ്റ് ഫോമിലിരിക്കുക. ഇന്റർസെപ്റ്റ് ഫോമിലിരിക്കുകയാണ്. എക്സ് ഇന്റർസെപ്റ്റ് എന്ന് ചോദിച്ചാൽ 4, y ഇന്റർസെപ്റ്റ് എന്ന് ചോദിച്ചാൽ -3. തെറ്റല്ലേ? ചിഹ്നമൊക്കെ ഉണ്ടായി. -3. പിന്നെ സ്ലോപ്പ്, ഒരു ഇക്വേഷൻ തന്നിട്ട് സ്ലോപ്പ് എഴുതാനെങ്ങനെ കയറി ചോദിച്ചാൽ, ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ സ്ലോപ്പ് എഴുതാൻ ചോദിച്ചാൽ, ഇപ്പം 2x - 3y + 1 = 0. സ്ലോപ്പ് എഴുതാനെങ്ങനെ കയറി ചോദിച്ചാൽ -a/b മൈനസ് എഴുതി a2 ആണ്, ഡിവൈഡഡ് ബൈ 3b -3 ആണ്, ഉത്തരം 2/3. സംഭവം കഴിയും. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ 4x + 5y + 1 = 0 എന്നാണെങ്കിൽ സ്ലോപ്പ് എഴുതാൻ പറഞ്ഞാൽ -a/b തന്നെ. മൈനസ് എഴുതി a എക്സിൻ്റെ മുന്നിലുള്ളത് 4 ഡിവൈഡഡ് ബൈ b വൈയുടെ മുന്നിലുള്ളത് 5. സ്ലോപ്പ് കിട്ടി. അപ്പൊ സ്ലോപ്പ് എഴുതാൻ ഒരു ക്വസ്റ്റ്യൻ പഠിക്കണം. ഇന്റർസെപ്റ്റ് ഫോമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പുസ്തകത്തിനകത്തുണ്ട്. ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാൻ വേണമെങ്കിൽ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ടു ദ പോയിന്റ് 2, പാസിംഗ് ടു ദ പോയിന്റ് 2 ആൻഡ് ഹൂസ് കട്ടിംഗ് ഓഫ് ദ ഇന്റർസെപ്റ്റ് ഹൂസ് സം ഈസ് 9. നല്ലൊരു ക്വസ്റ്റ്യനാണ്. ആ ഒരു ക്വസ്റ്റ്യൻ നോക്കണം. നല്ല ഇച്ചിരി ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ. പിന്നെ നമ്മൾ നേരെ വരുമ്പോൾ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ, ഡിസ്റ്റൻസ് ഫ്രം പാരലൽ ലൈൻ. ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ ഇക്വേഷൻ ഇതാ. പോയിന്റ് ആണ് x1 y1 പോയിന്റ്, x1 y1 പോയിന്റ്, ax + by + c = 0 ലൈനും ആണെങ്കിൽ ax1 + by1 + c ഡിവൈഡഡ് ബൈ √a² + b² ഒരു മോഡിനകത്ത് ഇത് ഒരു പോയിന്റിൽ നിന്നും ഒരു ലൈനിലേക്കുള്ള ലൈനിൽ ഇക്വേഷൻ. ഡിസ്റ്റൻസ് പോയിന്റും ഒക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ തരും. ഇനി നമുക്കുള്ളത് പാരലൽ ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പാരലൽ ലൈൻ. ഇതേപോലെ പാരലൽ ലൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ 2 ലൈൻ തരും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ കണ്ടിതാണ്. ax + by + c1 = 0യും ax + by + c2 = 0യും ആയാൽ c2 - c1 ഡിവൈഡഡ് ബൈ √a² + b². മക്കളെ ഇതാണ് ഡിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ. പാരലൽ ലൈൻ്റെ ഡിസ്റ്റൻസ് ഇത് പഠിച്ചോളാം. പാരലൽ ലൈൻ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ഇത്രയേ ഉള്ളൂ. എക്സിൻ്റെ മുന്നിൽ കിടക്കുന്ന നമ്പറുകൾ തുല്യമായിരിക്കണം, വൈയുടെ മുന്നിൽ കിടക്കുന്ന നമ്പറുകൾ തുല്യമായിരിക്കണം, c1 c2 ഡിഫറൻ്റ് ആയിരിക്കണം. വേണ്ട, ഇതൊന്നും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ലൈൻ ഉണ്ടോ, ഡിസ്റ്റൻസ് ചോദിച്ചോ, അന്നേരം എടുത്ത് വെച്ച് എഴുതിയേക്കണം ഈ ഡിസ്റ്റൻസ് ഫോർമുല. അപ്പം ഇതിനകത്ത് നമ്മൾ പഠിച്ചത് ഇന്റർസെപ്റ്റ് ഫോം ഓഫ് എ ലൈൻ, ആംഗിള്, പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് പഠിച്ചോണം. ഇന്റർസെപ്റ്റ് ഫോം ഓഫ് എ ലൈൻ, ആംഗിള്, ഡിസ്റ്റൻസ് തന്നെ 2 തരം. ഇന്റർസെപ്റ്റ് ഫോമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ആംഗിളിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ പുസ്തകത്തിനകത്തുള്ളതാണ്. √3y + 1 അല്ലെ x + 1 = 0 എന്നും ഒരു y - √3x + 7 = 0. ഈ മോഡൽ ഏതോ ഒരു പ്രോബ്ലം നമ്മുടെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. ലൈൻ ഇഞ്ഞ് തന്നിട്ട് അതിൻ്റെ ആംഗിൾ എഴുതാൻ ചോദിച്ചു. അപ്പോൾ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു -a/b. ഈ ലൈൻ ഇക്വേഷൻ കറക്റ്റായിട്ട് കിടക്കുമല്ല, നിങ്ങൾ കറക്റ്റായിട്ട് ആക്കണം. അതെങ്ങനെ? നമ്മൾ ആദ്യം ലൈനിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ, ax + by + c = 0. ഈ ഫോർമാറ്റിലോട്ട് ക്വസ്റ്റ്യൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ലോപ്പാണ് -a/b. പിന്നെ അങ്ങനെ ചെയ്താൽ മതി.
അപ്പോൾ ആംഗിള്, ഇന്റർസെപ്റ്റ് ഫോം ഓഫ് എ ലൈൻ, ഡിസ്റ്റൻസ് തന്നെ രണ്ടെണ്ണം, സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് 2 ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ m1 m2 ഈക്വൽ ടു 0 അല്ല 0 m1 m2 ഇൻറ്റു m1 ഇൻറ്റു m2 ഇസ് ഈക്വൽ ടു -1. സ്ലോപ്പിൻ്റെ പ്രോഡക്റ്റ് -1 തെറ്റല്ലേ? സ്ലോപ്പിൻ്റെ പ്രോഡക്റ്റ് -1. അപ്പോൾ അത് പഠിക്കുക. നമ്മളൊരു പാഠം ഇടയ്ക്ക് വിട്ടുപോയി, ലീനിയർ ഇൻഇക്വാളിറ്റി. അത് വിട്ടുപോയൊന്നുമല്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാഠമായതുകൊണ്ട് നമ്മളങ്ങ് ഒഴിവാക്കി കളഞ്ഞ. അതിനകത്തേക്ക് അറിയാമല്ലോ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ലെസ് ദാൻ, അപ്പോൾ 2x + 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4x - 3 എന്നൊക്കെ, അല്ലെ 4x + 8 എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് നിന്ന് എക്സിൻ്റെ വാല്യൂ സോൾവ് ചെയ്യാൻ ചോദിച്ചാൽ അറിയാമല്ലോ, എക്സ് എല്ലാം കൂടെ ഒരു സൈഡിൽ കൊണ്ടുവരിക, പിന്നെ കോൺസ്റ്റൻ്റ് എല്ലാം കൂടെ ഒരു സൈഡിലോട്ട് കൊണ്ടുപോവുക ചെയ്യുക. ലീനിയറിനകത്ത് എപ്പോഴും ആ ഫസ്റ്റ് എക്സസൈസ്, ലീനിയറിൻ്റെ ആ ഫസ്റ്റ് എക്സസൈസും സെക്കൻഡ് എക്സസൈസും ഒന്ന് നോക്കുക. സെക്കൻഡ് എക്സസൈസ് ഇച്ചിലൂടെ ഒന്ന് നോക്കേണ്ടത് സെക്കൻഡ് എക്സസൈസ് നോക്കുക. അപ്പോൾ ഇത് ഇത്രയാണ് ലീനിയർ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ എക്സ് എല്ലാം കൂടെ ഒരു സൈഡിൽ കൊണ്ടുവരിക, അവിടെ എക്സിൻ്റെ വില സോൾവ് ചെയ്യുക. അറിയാമല്ലോ, ലെസ് ദാൻ വന്ന എക്സിൻ്റെ ചിഹ്നം നെഗറ്റീവ് വന്ന കൺസ്ട്രെയിൻ തിരിഞ്ഞു പോരും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കുക. പിന്നെ കോണിക്ക് മക്കളെ പരാബോള 1 മാർക്ക് ക്വസ്റ്റ്യനിലേ വരാൻ സാധ്യതയുള്ളൂ. പരാബോള വരികയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, ഫോക്കസ് തന്നിട്ട് പരാബോളയുടെ ഇക്വേഷൻ എഴുതാൻ. അതിനൊരു എക്സാമ്പിളാണ്, ഫോക്കസ് 3 ആണെങ്കിൽ റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് പരാബോള എന്ന് ചോദിക്കുമ്പോൾ ഇത് a0 ആണ്. അപ്പോൾ y² = 4ax ആണ്. y² = 4 × 3 × x, y² = 12x. കഴിഞ്ഞ് പരാബോളയുടെ ഇക്വേഷൻ ഇതാണ്. അല്ലെങ്കിൽ പരാബോള തന്നിട്ട് അതിൻ്റെ ഫോക്കസ് എഴുതാനോ LLR എഴുതാനോ ഒക്കെ ചോദിക്കും. പിന്നെ സർക്കിളിൻ്റെ താണ്ട നോക്കിയേ, x² + y² - 8x + 6y - 3 = 0. ഇത് സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ ആണ്. ഇക്വേഷൻ്റെ ഫോർമാറ്റിലാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ സെൻറ്ററും റേഡിയസും എഴുതാൻ, സെൻറ്റർ ആൻഡ് റേഡിയസ് നിങ്ങളൊന്നും നോക്കണ്ട. സെൻറ്ററൊക്കെ താണ്ട ഒരു വരി, ഒരൊറ്റ വരി സെൻറ്റർ എഴുതാൻ പോവാം. എക്സിൻ്റെ മുന്നിലുള്ള നമ്പർ ഏതാണെന്ന് ചെക്ക് ചെയ്യുന്നു, -8. അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്നു, +8. അതിൻ്റെ പകുതി എടുക്കുന്നു, 4. കഴിഞ്ഞ് വൈയുടെ മുന്നിൽ y x² അല്ലേ, എക്സിൻ്റെ വൈയുടെ ആണ്. വൈയുടെ മുന്നിൽ +6, ഓപ്പോസിറ്റ് -6, അതിൻ്റെ പകുതി -3. സെൻറ്റർ കിട്ടി. സെൻറ്റർ സിമ്പിൾ. എക്സിൻ്റെ മുന്നിലത്തെ നമ്പർ ഓപ്പോസിറ്റ് ഹാഫ്, വൈയുടെ മുന്നിലത്തെ നമ്പർ ഓപ്പോസിറ്റ് ഹാഫ്. റേഡിയസ്, ഈ സെൻറ്ററിൽ നിന്നും റേഡിയസ് നമ്മൾ എഴുതും. ഈ 4ൻ്റെ സ്ക്വയർ എടുത്ത് ഇവിടെ എഴുതുന്നു 16, പ്ലസ് ഇതിൻ്റെ സ്ക്വയർ എടുത്ത് ഇവിടെ എഴുതുന്നു 9. ഇനിയാണ് ട്വിസ്റ്റോട് ട്വിസ്റ്റ് മൈനസ്. എല്ലാ കണക്കിനകത്ത് മൈനസ് അങ്ങ് എഴുതി വെക്കുക. എന്നിട്ട് ഈ ലാസ്റ്റ് നമ്പർ ഇങ്ങോട്ട് കൊണ്ടുവന്നങ്ങ് വെക്കുക. ഇതിന് കൂട്ടി അങ്ങ് വെക്കുക. ഒരു എക്സാമ്പിളൂടെ കാണിച്ചു തരാം. ചിലപ്പോൾ ഇത് നമ്മളുടെ എക്സാമിന് കയറി വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സാധനമാണ്. -3 = 0. സെൻറ്റർ എക്സിൻ്റെ മുന്നിൽ +10, +10ൻ്റെ ഓപ്പോസിറ്റ് -10, -10ൻ്റെ പകുതി -5. വൈയുടെ മുന്നിൽ -12, -12ൻ്റെ ഓപ്പോസിറ്റ് +12, +12ൻ്റെ പകുതി 6. റേഡിയസ് √ ഇതിൻ്റെ സ്ക്വയർ ഇവിടെ 25, ഇതിൻ്റെ സ്ക്വയർ ഇവിടെ +36, ട്വിസ്റ്റ് മൈനസ് പിന്നെ 3. ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ സർക്കിളിൻ്റെ ഇക്വേഷൻ എപ്പോഴും നേരെയാണോ നോക്കിയിട്ടേ ചെയ്യാവുള്ളൂ. x² y² മുന്നിൽ നമ്പറുകളൊന്നും വരരുത്. അതിനുശേഷം പിന്നെ നമ്മൾ നേരെ പഠിക്കുന്ന സാധനം എന്ന് പറയുമ്പം എലിപ്സ്, ഹൈപ്പർബോള. രണ്ടിനകത്തൊന്നും ക്വസ്റ്റ്യന് വരത്തില്ല, ഏതെങ്കിലും ഒന്നേ വരത്തുള്ളൂ. അതിൽ എൻ്റെ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് എലിപ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എലിപ്സിൻ്റെ ഇക്വേഷൻ അപ്പോൾ x² / 16 + y² / 9 = 1. കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഏത് എലിപ്സ് ആണെന്ന്. ഫസ്റ്റ് എലിപ്സ് ആണിത്. x² / a² + y² / b² = 1 ആണ്. പടമൊക്കെ വരച്ച് ചെയ്യുന്നെങ്കിൽ നല്ലതാ. ഇത് പടം വരച്ച് കഴിഞ്ഞാൽ ഇത് 4 0, ഇത് 0 3. ഇതിനെ ഇങ്ങനെ മാറ്റും. x² / 4² + y² / 3² = 1.
ഇനി ഇതിൻ്റെ ഫോക്കൈ, വെർട്ടീസസ്, LLR, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് അല്ലെങ്കിൽ എക്സെൻട്രിസിറ്റി ഇതൊക്കെ എഴുതാനാണ് ചോദിക്കുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ തെറ്റിച്ച് തരുവേ. ദാണ്ടെ 9x² + 4y² = 36. ഇതൊരു എലിപ്സാണ്, പക്ഷേ ഇത് തെറ്റാണ്. എലിപ്സിൻ്റെ കറക്റ്റ് ഫോർമാറ്റിലല്ല. അപ്പോൾ ഡിവൈഡർ ബൈ 36. അപ്പോൾ 9x² / 36 + 4y² / 36 = 36 / 36. ഇതൊക്കെ കട്ട് ചെയ്ത് കളയുക. x² / 4 + y² / 9 = 1. ഇപ്പം ഇത് പക്ക എലിപ്സായി. ഇനിയൊക്കെ ചെയ്തു പോയാൽ ഹൈപ്പർബോള, എലിപ്സ് സെൻറ്റർ ചിഹ്നം പ്ലസ്, ഹൈപ്പർബോള സെൻറ്റർ ചിഹ്നം മൈനസ്. അപ്പോൾ അതിലും ഇതുപോലെ തന്നെ എക്സെൻട്രിസിറ്റി, പിന്നെ LLR, വെർട്ടീസസ്, ഫോക്കൈ ഇതൊക്കെ എഴുതാനാണ് ചോദിക്കുന്നത്. അപ്പം പിന്നുള്ളതാണ് 3D. അപ്പം എലിപ്സ് നിങ്ങൾ നോക്കണേ. എലിപ്സിൻ്റെ മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എലിപ്സ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ തെറ്റായിട്ട് തരും. ഇത് നാലെണ്ണം പഠിച്ചാൽ മതി. പടവിട്ട് ചോദിച്ചാൽ അറിയുവേ, ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. ഇവർ പടവിട്ട് ചോദിച്ചു കളയും. ഇത് 5.0 ഇത് 0.3 എന്ന് എഴുതിയിട്ട് റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് എലിപ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. x² + y² എന്ന് എഴുതി ഒരു ഡിവൈഡർ ബൈ ഒക്കെ ഇട്ട് = 1 എന്ന് എഴുതിയിട്ട് എക്സ് ആക്സിസിൽ ഇവിടെ എത്ര നോക്കുന്നു? 5. 5ൻ്റെ സ്ക്വയർ. y ആക്സിസ് 3. 3ൻ്റെ സ്ക്വയർ. സംഭവം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനിയിപ്പോൾ പടഞ്ചേരി തിരിച്ചു വെച്ചാലോ അവർക്ക് എങ്ങനെയും ചോദിക്കാം. നമ്മൾ അവരെ കറക്കി ഉത്തരം എഴുതും. x² എന്നും y² എന്നും ഒക്കെ എഴുതി ഡിവൈഡർ ബൈ ഒക്കെ ഇട്ട് = 1 എന്നൊക്കെ എഴുതി എക്സിൻ്റെ താഴെ 2² 5² കഴിഞ്ഞു. സെക്കൻഡ് ലിസ്റ്റ് ആയിരുന്നു. 3D ഒക്ടൻ്റ് അങ്ങ് പഠിച്ചു. ഹിൻ്റ് അങ്ങ് ഒക്ടൻ്റ്. അപ്പോൾ ഒരു നമ്പർ ഇപ്പം 300 ഇത് എക്സ് ആക്സിസ്, 010 വൈ ആക്സിസ് 320 മക്കളെ ഇത് ആക്സിസ് അല്ല, പ്ലെയിനാണ്. ഇവിടെ നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. ബ്രാക്കറ്റിൽ ഒരിടത്തെ നമ്പറുള്ളൂ. അതാദ്യമാണെങ്കിൽ എക്സ് ആക്സിസ്, രണ്ടാമതാണെങ്കിൽ വൈ ആക്സിസ്. ബ്രാക്കറ്റ് രണ്ടിടത്ത് നമ്പർ ഉണ്ടെങ്കിൽ അത് ആക്സിസ് അല്ല, പ്ലെയിനാണ്. എവിടൊക്കെ നമ്പർ? എക്സിലും വൈയിലും നമ്പർ. എക്സ് വൈ പ്ലെയിൻ. 035 കിട്ടി. y is a plane. C103 എന്ന് പറയുമ്പോഴേ നമുക്ക് കിട്ടി x is a plane. ഇതൊക്കെ പ്ലെയിനാണ്. അപ്പോൾ ഒരു നമ്പർ ആണെങ്കിൽ നമ്മൾ അങ്ങനെ പറഞ്ഞുകൂടാ. നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ബ്രാക്കറ്റിനകത്ത് ഒരു നമ്പർ മറ്റേതെല്ലാം 0 ആക്സിസ്, 2 നമ്പർ മറ്റേത് 0 പ്ലെയിൻ, 3 നമ്പർ ഒക്ടൻ്റ് മെയിൻ. പ്ലസ് 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 4 പ്ലസ് 4 മൈനസ് 2 പ്ലസ് 2 മൈനസ് 2 പ്ലസ് 2 മൈനസ് 1 പ്ലസ് മൈനസ് മൈനസ് പ്ലസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ്. ഇതാണ് ഒക്ടൻ്റിൻ്റെ ഹിൻറ്റ്. ഒക്ടൻ്റെ ഹിൻറ്റ് പറയാം. പുതിയതായിട്ട് 3D കേൾക്കുന്നത് 4 പ്ലസ് 4 മൈനസ്. ടോപ്പിലോട്ടാണ് 2 പ്ലസ് 2 മൈനസ് 2 പ്ലസ് 2 മൈനസ് പിന്നെ 1 പ്ലസ് പിന്നെ 2 മൈനസ് 2 പ്ലസ് 2 മൈനസ് 1 പ്ലസ്. ഇതാണ് ഒക്ടൻ്റിൻ്റെ ഹിൻറ്റ്. ഒക്ടൻ്റെ ഹിൻറ്റ് പഠിച്ചോണം. നമ്മൾ പരീക്ഷക്കാളിൽ ചെല്ലുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൈഡിൽ അങ്ങ് എഴുതുക 4 പ്ലസ് 4 മൈനസ് 2 പ്ലസ് 2 മൈനസ് 2 പ്ലസ് 2 മൈനസ് 1 പ്ലസ് 2 മൈനസ് 2 പ്ലസ് 2 മൈനസ് 1 പ്ലസ്. എന്നിട്ട് ഇത് ഫസ്റ്റ് ഒക്ടൻ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്, ഇത് ഫിഫ്ത്ത്, ഇത് സിക്സ്ത്ത്, ഇത് സെവൻത്ത്, ഇത് എയ്ത്ത്. ഇപ്പം 3 - 1 - 2 ഏത് ഒക്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ ചിഹ്നം നോക്കണം. പ്ലസ് മൈനസ് മൈനസ്. പ്ലസ് മൈനസ് മൈനസ് എവിടെ കിടക്കുന്നു? 8ാമത്തേനകത്ത് കിടക്കുന്നു. 8th ഒക്ടൻ്റ്. ഇതാണ് ഒക്ടൻ്റ്. പിന്നെ ഇതിനകത്തുള്ളത് ഡിസ്റ്റൻസ് ഫോർമുലയാണ്. ഡിസ്റ്റൻസ് ഫോർമുല നിങ്ങൾ പഠിക്കുമ്പോൾ കൊച്ചു ക്വസ്റ്റ്യനേ വരത്തുള്ളൂ. ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതായിരിക്കും. ഏതെങ്കിലും 2-3 പോയിന്റ് തന്നിട്ട് എയിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്റ്റൻസും എയിൽ നിന്നും സിയിലേക്കുള്ള ഡിസ്റ്റൻസും തമ്മിൽ തുല്യമാണെന്ന് തെളിയിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എ ബിയും എ സിയും കണ്ടുപിടിച്ച് 2 ഡിസ്റ്റൻസും തുല്യമാണെന്ന് കേൾക്കുക. കൊളീനിയർ 3 പോയിന്റ് കൊളീനിയർ ആണെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് എ ബി പ്ലസ് ബി സി ഇസ് ഈക്വൽ ടു എ സി. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ഐസോസിലസ് ട്രയാങ്കിൾ. ട്രയാങ്കിൾ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ 3 സൈഡ് പാരലോഗ്രാം ഇത്രയും പഠിച്ചു.
പിന്നെ എങ്ങാണം പാരലോഗ്രാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ അങ്ങോട്ട് വരച്ചൊക്കെ ഇട്ടിട്ട് ക്യാപിറ്റൽ എ ഉണ്ട് 3 - 1 2, ക്യാപിറ്റൽ ബി ഉണ്ട് 4 5 6, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് 7 8 - 2, ഈ ഡി ഇല്ല എങ്കിൽ ഫൈൻഡ് ഡി എന്ന് ചോദിച്ചാൽ ഇതാണ് ഇക്വേഷൻ. മിഡ് പോയിന്റ് ഓഫ് എ സി ഈക്വൽ ടു മിഡ് പോയിന്റ് ഓഫ് ഇത് ബി ആണ് ബി ഡി. ഇങ്ങനെ നാണ്ട ഇതാണ് എ സി, ഇത് എ സി, ഇത് ബി ഡി, ഇതിൻ്റെ മിഡ് പോയിന്റുകൾ തമ്മിൽ തുല്യമാണ്. മിഡ് പോയിന്റ് ഓഫ് ബി ഡി, മിഡ് പോയിന്റ് ഓഫ് ബി ഡി. അപ്പം മിഡ് പോയിന്റ് ഓഫ് എ സി ഇസ് ഈക്വൽ ടു മിഡ് പോയിന്റ് ഓഫ് ബി ഡി. നിങ്ങൾക്കറിയാലോ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഫസ്റ്റും കൂട്ടി പകുതി ചെയ്തിട്ടുണ്ട്. ഇത് ഇത്രയും പഠിക്കുക 3Dക്കകത്ത്. അപ്പോൾ നമ്മൾ എല്ലാ പാഠങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല വൃത്തിയായിട്ട് നോക്കുക. പിന്നെ കോണിക്കിനകത്ത് നിങ്ങൾ ഈ ഹൈപ്പർബോളയും എലിപ്സും നോക്കണം, അതിലെ മെയിൻ ക്വസ്റ്റ്യൻസും നോക്കണം. ക്വസ്റ്റ്യൻ തെറ്റിച്ച് തരും, നമ്മളതിനെ ശരിയാക്കി ചെയ്യാൻ ചോദിക്കും. അതിൽ ഫോക്കൈ, വെർട്ടീസസ്, LLR, എക്സെൻട്രിസിറ്റി ഇതെല്ലാം എഴുതാൻ പഠിക്കുക. പിന്നെ സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ തന്നിട്ട് സെൻറ്ററോ റേഡിയസോ എഴുതാൻ ചോദിക്കും. പിന്നെ പരാബോളയുടെ ഇക്വേഷൻ തന്നിട്ട് ചിലപ്പം ഫോക്കസ് എഴുതാനോ അല്ലെങ്കിൽ LLR എഴുതാനോ. LLR ചോദിച്ചാൽ നിങ്ങളൊന്നും ചെയ്യല്ലേ, ഈ പരാബോളയുടെ എങ്ങനെ LLR ഇപ്പോൾ y² = 10x, LLR എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യണ്ട, ആ കിടക്കുന്ന നമ്പർ എഴുതിയെന്ന് വെച്ചാൽ മതി 10 അമ്പത് കഴിഞ്ഞു. x² = -9y, LLR ചോദിച്ചാൽ കിടക്കുന്ന നമ്പർ -9 എല്ലാ ലെങ്താ മൈനസ് എഴുതരുത് 9, ചുമ്മാതാ കിടക്കുന്ന നമ്പർ എഴുതിയാൽ നോക്കും, അത്രേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. മൈനസ് എഴുതല്ലേ, ലെങ്ത് ആയതുകൊണ്ട് മൈനസ് എഴുതരുത്, അതൊന്ന് കണ്ടുപിടിക്കാൻ പോലും നിൽക്കണ്ട. ഇപ്പം x² = -3y എന്ന് ചോദിക്കുമ്പോൾ LLR എത്ര ചെയ്യല്ലേ 3 കഴിഞ്ഞ്, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ക്വസ്റ്റിനകത്ത് ഇരിപ്പുണ്ട് ഉത്തരം. അപ്പോൾ എല്ലാവർക്കും നല്ലതുപോലെ പരീക്ഷ എഴുതാൻ പറ്റട്ടെ. എല്ലാവരും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ലതുപോലെ വർക്കൗട്ട് ചെയ്തിട്ടേ എക്സാമിന് പോകാവുള്ളൂ. നിങ്ങൾക്ക് 55-ൽ മണ്ടയ്ക്കോട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. ഈ ക്വസ്റ്റ്യൻ എല്ലാം പഠിച്ചുകൊണ്ട് പോവുക. എല്ലാം ഒരുവിധം കവർ ചെയ്യുക. പിന്നെ പറഞ്ഞ ക്വസ്റ്റ്യൻസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ട്രിഗണോമെട്രി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏതൊക്കെ ക്വസ്റ്റ്യനാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. sin A + sin B, sin A - sin B, cos A + cos B, cos A - cos B, ഇതങ്ങ് പഠിച്ചുകൊണ്ട് പോവുക. പിന്നെ sin 50, cos 50, tan 50, tan 13/8 പിന്നെ കുറച്ച് പ്രൂഫുകൾ, കൊച്ചു പ്രൂഫുകളൊക്കെ പഠിച്ചുകൊണ്ട് പോവുക. റേഡിയൻ ടു ഡിഗ്രി, ഡിഗ്രി ടു റേഡിയൻ, sin 31π/3, പിന്നെ ബാക്കിയുള്ള എല്ലാം ബൈനോമിയൽ തിയറി ഒക്കെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലതുപോലെ പരീക്ഷ എഴുതാൻ പറ്റിയിരിക്കും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. എല്ലാവരും സമയവും കൂടെ നോക്കിയിട്ട് വേണം എഴുതേണ്ടത്. നിങ്ങൾ ഹയർ സെക്കൻഡറി +1 ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നതാണ്. അപ്പോൾ ആ സമയം നിങ്ങൾക്ക് ചിലപ്പം നിങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകത്തില്ല. അപ്പം നമ്മളൊരു കുറച്ച് ക്വസ്റ്റ്യനൊക്കെ എഴുതി കഴിഞ്ഞ് സമയം കൂടെ ഒന്ന് നോക്കണം. നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്നുണ്ട്, സമയം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ.